ടീച്ചറെ, രത്നമ്മ ടീച്ചറെ, മോളെ വീഴും. അവിടെ നിന്നാ മതി. എന്താ വിളിച്ചേ? ദേ കുഞ്ഞു വരുന്നു. ഇതിന്റെ വയറെല്ലെങ്ങാനും കയറി പിടിച്ചാലോ? അങ്ങനെ ചെയ്യാതെ നോക്കണം. അതിനുവേണ്ടി ശമ്പളം നിന്ന് രാജമ്മ വെച്ചിരിക്കുന്നെ. ഞാനൊരു അത്യാവശ്യ ജോലി ചെയ്യുവല്ലേ. ജാനിയുടെ യൂണിഫോം അയൺ ചെയ്യുന്നതാണോ അത്യാവശ്യ ജോലി? ആര് പറഞ്ഞത് അയൺ ചെയ്യാൻ? ജാനിമോൾക്ക് സ്കൂളിൽ ഇട്ടോണ്ട് പോകാനുള്ളതല്ലേ. ആകെ ചുളുങ്ങിയിരിക്കുക. അവള് ചുളുങ്ങിയത് ഇട്ടോണ്ട് പോയാ മതി. നമ്മുടെ കുഞ്ഞിനെ നമ്മളല്ലേ വൃത്തിയായിട്ട് സ്കൂളിലോട്ട് അയക്കേണ്ടത്. രാജമ്മയുടെ മോളല്ലല്ലോ, ആണോ? പിന്നെന്താ ഇത്ര ദണ്ണം? എന്നോട് സാറ് പറഞ്ഞിട്ടുണ്ട് ജാനിമോളുടെ യൂണിഫോം വൃത്തിയായിട്ട് അലക്കി തേച്ച് ഇടിച്ചു വിടണമെന്ന്. ഇപ്പൊ രാജമ്മ ഞാൻ പറയുന്നത് കേട്ടാ മതി. ഓ, ജാനി ഒരിക്കൽ രാജകുമാരിയാക്കാനാ ഉത്സാഹം. ഇതെന്താ രത്നമ്മ ടീച്ചറെ ഇങ്ങനെ ഒരുമാതിരി രണ്ടാനമ്മമാരെ പോലെ? നിങ്ങളുടെ മോളല്ലേ അത്. പറയുന്നത് കേട്ടാ തോന്നും വഴിന്ന് പെറുക്കിയെടുത്തതാണെന്ന്. ആ കൊച്ചിന്റെ മുഖത്തോട്ട് നോക്കിയാ ടീച്ചറിനെ അതേപടി വാർത്തെടുത്ത പോലെ. ആ കണ്ണും മൂക്കും കവിളും പുരികവും നെറ്റിയും എല്ലാം എന്നെ പോലെയോ? അതും ജാനി? അതേ ടീച്ചറെ, നോക്കി വരച്ച ഇത്രയും ഒക്കുകയല്ല. മക്കളുണ്ടാകുന്നെങ്കിൽ ഇങ്ങനെ വേണം. അമ്മയുടെ തനി പകർപ്പ്. കൊള്ളാം. രാജമ്മയുടെ കണ്ടുപിടുത്തം നന്നായി. ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സാമ്യം. ഞാൻ സത്യം പറഞ്ഞതാ. എന്തൊരു ഐശ്വര്യ ജാനിക്കുട്ടിയുടെ മുഖത്തോട്ട് നോക്കിയ. അപ്പൊ സൂര്യമോളോ? ഇവൾ ആരുടെ ഷേപ്പാ? എന്തായാലും ടീച്ചറിന്റെ ഒരു ഷേപ്പും ഇല്ല. സൂര്യമോൾക്ക് അച്ഛൻ വീട്ടുകാരുടെ ചായയാണെന്ന് തോന്നുന്നു. വിജയേട്ടന്റെ ആൾക്കാരെ രാജമ്മ കണ്ടിട്ടുണ്ടോ? വിജയൻ സാറിനെ കണ്ടാ മതിയല്ലോ, ഏകദേശ രൂപ അറിയാലോ. ഒന്ന് പോ രാജമ്മേ, വലിയ വർത്താനൊന്നും പറയണ്ട. കൊച്ചിനെ എടുത്തോണ്ട് അവിടുന്ന് മാറ്. ഓ ഓ ഓ ജാനിമോളെ, ഇവിടെ ഒന്ന് നോക്കണേ. ഞാൻ പോയി യൂണിഫോം ഇസ്തിരിയിട്ട് വെക്കട്ടെ. അയ്യോ കുഞ്ഞാവേ, ടുംബുട്ടും ടുംബുട്ടും ഇപ്പൊ വരാവേ. കുഞ്ഞാവെ പിടിക്കാൻ വന്നേ. ഡിങ്ങി ഡിങ്ങി ഡിങ്ങി. വണ്ടിമാരിക്കോ, ഞങ്ങളുടെ സൈക്കിൾ വരുന്നുണ്ട്. നിങ്ങളൊക്കെ വഴിയുടെ നടുക്കിൽ നിന്ന് എങ്ങനെ ഒന്ന് മാറി തരോ പ്ലീസ്?